പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. വ്യായാമത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വ്യായാമം എത്ര നേരം ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നെയുണ്ട്. പലർക്കും ഇത് അറിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാട്, രോഗിക്കും അല്ലെങ്കിൽ ഒരു രോഗമില്ലാത്തൊരാൾക്ക് സ്വസ്ഥനും ഒരുപോലെ ചെയ്യാമെന്നൊരു കാഴ്ചപ്പാട് തെറ്റാണ്. കാരണം ആയുർവേദം പറയുന്നത് ഇത്ര വരെ ചെയ്യാം, അതായത് ഒരു പ്രത്യേക ലക്ഷണം, അത് അർദ്ധശക്തി എന്നൊരു കാഴ്ചപ്പാട് ആയുർവേദത്തിൻ്റെ. അതായത് നമ്മുടെ ശക്തിയുടെ പകുതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തെല്ലാം ലക്ഷണങ്ങളുണ്ടാവും അതുവരെ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആയുർവേദം പറയുന്നത്. അതായത് സ്തനയോരന്തരേ ഘ്രാണേ, നമ്മുടെ സ്തനപ്രദേശങ്ങൾക്കിടയിലും മൂക്കിലും സർവസന്ധിഷു എല്ലാ ജോയിൻസിലും, കക്ഷയോഹോ നമ്മുടെ ആംപിറ്റ് ഏരിയയിലും, സ്വേദോദ്ഗമേ ലലാടേജ നമ്മുടെ നെറ്റി തടത്ത് വേർപ്പുണ്ട്, ഇത്രയും ഭാഗങ്ങളിൽ വേർപ്പുണ്ടാകുമ്പോൾ നമ്മുടെ ശക്തിയുടെ പകുതി ഉപയോഗിച്ചുവെന്നും അതുവരെയാണ് നമ്മൾ വ്യായാമം ചെയ്യേണ്ടതെന്നുമാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഒരാൾക്ക് 1 മണിക്കൂർ പറഞ്ഞെങ്കിൽ അടുത്തൊരാൾക്കും അതേ 1 മണിക്കൂർ കൊണ്ട് തന്നെ വ്യായാമം ചെയ്യണം എന്നൊരു കോമൺ ആയിട്ടൊരു കാര്യം ആയുർവേദം വർണ്ണിക്കുന്നില്ല. അർദ്ധശക്തി വരെയാണ് വ്യായാമം ചെയ്യാൻ വിധിച്ചിരിക്കുന്ന ഒരു കാര്യം.